നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ ഓയിലർ കോഷി ഇക്വേഷനുമായി ബന്ധപ്പെട്ട കുറേ കണക്കുകൾ കാര്യങ്ങളുമാണ് ചെയ്തത്. അതിൻ്റെ കോംപ്ലക്സ് വരുന്നത്, റിയൽ റൂട്ട് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവസാന ക്ലാസ്സിൽ ചെയ്തത്. എന്നാൽ ഈ ക്ലാസ്സിൽ അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു 3-4 കണക്ക് കൂടി ചെയ്യുന്നു. അത് ഓപ്പറേറ്റർ ഇട്ടുകൊണ്ടുള്ള സിമ്പിൾ വരുന്ന ഇക്വേഷൻസ് രീതിയിലാണ് ചെയ്യുന്നത്. നോക്കൂ, സോൾവ് ദ IVP x square d square plus xd plus I into y equal to 0, y of 1 1 and y dash 1 equal to 1. ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഓയിലർ കോഷിയാണ്, മനസ്സിലാകുമല്ലോ. എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ഓയിലർ കോഷിയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓയിലർ കോഷി ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾക്ക് എഴുതാം therefore characteristic equation is, characteristic equation ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്, m square plus a minus 1 into m plus b equal to 0 എന്നായിരുന്നു. എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡിയുടെ എക്സിൻ്റെ കൂടെ വരുന്ന ആൾ, എക്സ് ഡിയുടെ കൂടെ വരുന്ന ആൾ. ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഐയുടെ കൂടെ വരുന്ന ആൾ, അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എക്സിൻ്റെ കൂടെ 1 ആണുള്ളത്, അല്ലേ? അപ്പം നമ്മൾക്ക് എം സ്ക്വയർ പ്ലസ് 1 മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബിയും 1 തന്നെയാണ്. 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എം സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, m square equal to minus 1, m equal to plus or minus I, that is 0 plus or minus I എന്നാകും. അപ്പോൾ എന്താ സംഭവിക്കുക? therefore നമ്മളുടെ ജനറൽ സൊല്യൂഷൻ ഈസ് y equal to ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ എന്നാകുമ്പോൾ നമ്മൾ പറഞ്ഞത് x റൈസ് ടു ആൽഫ, റിയൽ പാർട്ട് x റൈസ് ടു 0 ഇൻറ്റു C1 കോസ് എന്തെന്നാ ln ബീറ്റ എക്സ് എന്നാണല്ലോ. ln ബീറ്റ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ അർത്ഥം? ln 1 എന്നല്ലേ? അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ln എക്സ്, ln ബീറ്റ എക്സ് എന്നാണ്. ബീറ്റയ്ക്ക് പകരം 1 കോസ് ln എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ ln എക്സ് എന്നാണ്. ln ബീറ്റ എക്സ് അല്ല, ബീറ്റ ln എക്സ്. അപ്പോൾ 1 ഇൻറ്റു ln എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ ln എക്സ്, ബീറ്റ 1 ആണ്, ഈക്വൽ ടു സൈൻ ln എക്സ്, ഈക്വൽ ടു സൈൻ ln എക്സ്, C2 ഇൻറ്റു സൈൻ. അപ്പം എക്സ് റൈസ് ടു ആൽഫ ഇൻറ്റു C1 കോസ് ബീറ്റ ln എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ ln എക്സ്, ബീറ്റ 1 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ജനറൽ സൊല്യൂഷനിലെ എക്സ് റൈസ് ടു 0 എന്തായി മാറും? 1 ആയി മാറും. എന്ന് പറയുമ്പോൾ C1 കോസ് ln എക്സ് പ്ലസ് C2 സൈൻ ln എക്സ് എന്നുള്ളതാണ് y. ബട്ട് നമ്മൾക്ക് C1ഉം C2ഉം കണ്ടുപിടിക്കാൻ 2 ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് y ഓഫ് 1 ഈക്വൽ ടു 1 എന്നാണ്. എക്സിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈക്ക് പകരം എന്ത് വരും? 1. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ y1, അതാണ് ഫസ്റ്റ് കണ്ടീഷൻ, അല്ലേ? എക്സിന് 1 കൊടുക്കുമ്പോൾ y1, 1 ഈക്വൽ ടു C1 കോസ് ln 1. ln 1 ഈസ് 1ൻ്റെ ലോഗരിതം 0 ആണ്, അല്ലേ? കോസ് 0 പ്ലസ് C2 സൈൻ ln 1 0 ആണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് 0 എന്ന് എഴുതിയിരിക്കുന്നത്. ln 1 0. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഈക്വൽ ടു C1 ഇൻറ്റു കോസ് 0 1 പ്ലസ് C2 ഇൻറ്റു 0, C1 1 എന്ന് കിട്ടും. ശരിയാണല്ലോ? C1 1 എന്ന് കിട്ടും. ഇനി ഒരു കണ്ടീഷൻ കൂടി അവർ തന്നിട്ടുണ്ട്. y എന്താണ്? എക്സ് ഈക്വൽ ടു 1, y ഡാഷ് ഈക്വൽ ടു 1, അല്ലേ? അപ്പോൾ ഇതിൻ്റെ y ഡാഷ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? y ഡാഷ് ഈക്വൽ ടു C1 കോസ് ln എക്സിൻ്റെത് C1 ഇൻറ്റു കോസ് ln എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് സൈൻ ln എക്സ് ഇൻറ്റു 1/x പ്ലസ് C2 കോസ് ln എക്സ് ഇൻറ്റു ln എക്സിൻ്റെത് 1/x. അറിയാമല്ലോ? എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് y ഡാഷ് ഈക്വൽ ടു മൈനസ് C1 സൈൻ ln എക്സ് ബൈ എക്സ് പ്ലസ് C2 കോസ് ln എക്സ് ബൈ എക്സ് എന്ന് വരും. ഇതാണ് നമ്മളുടെ ഡെറിവേറ്റീവായിട്ട് കിട്ടുക. ഇനി നിങ്ങൾ എക്സിന് 1 കൊടുക്കൂ. എക്സിന് 1 കൊടുക്കുമ്പോൾ y ഡാഷ് 1 ഈക്വൽ ടു മൈനസ് C1 സൈൻ ln 1 സൈൻ 0, അത് 0 ആയി പോകും, പ്ലസ് C2 കോസ് 0 ബൈ 1 എന്നാകും, അല്ലേ? എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ ln 1 0 കോസ് 0 ബൈ 1, ദാറ്റ് ഈസ് C2 ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ C1ഉം 1 കിട്ടും, C2ഉം 1 കിട്ടും. അപ്പോൾ നമ്മൾക്ക് എന്ത് എഴുതാം? therefore our particular solution is y ഈക്വൽ ടു C1 1 അല്ലേ? 1 ആകുമ്പോൾ 1 ഇൻറ്റു കോസ് ln എക്സ്, C2 1 തന്നെയാണ്, പ്ലസ് സൈൻ ln എക്സ്, C1 പ്ലസ് C2 എന്ന് പറയുന്നത് 1ഉം 1ഉം ആകുമ്പോൾ y ഈക്വൽ ടു കോസ് ln എക്സ് പ്ലസ് സൈൻ ln എക്സ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ഓയിലർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോൾവ് ദ IVP എക്സ് സ്ക്വയർ ഡി സ്ക്വയർ മൈനസ് 20i ഇൻറ്റു y ഈക്വൽ ടു 0, y ഓഫ് 1 ഈക്വൽ ടു 2 ആൻഡ് y ഡാഷ് 1 ഈക്വൽ ടു 1. ചിലപ്പോൾ ഇതിന് പകരം ഓപ്പറേറ്റർ തരുന്നതിന് പകരം എക്സ് സ്ക്വയർ y ഡബിൾ ഡാഷ് മൈനസ് 20y ഈക്വൽ ടു 0 എന്നേ തരുള്ളൂ.
എനിവേ ഓയിലർ കോഷി ആണെന്ന് മനസ്സിലാക്കുന്നത് എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. എക്സ് സ്ക്വയർ പിന്നെ എക്സ് ഡി അല്ലെങ്കിൽ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് എന്ന് പറഞ്ഞ് വരുമ്പോഴാണ്. അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1. എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡിയുടെ കൂടെ ഉള്ളത്, എക്സ് ഡിയുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ വൈ ഡാഷിൻ്റെ കൂടെ ഉള്ളത്, എക്സ് വൈ ഡാഷിൻ്റെ കൂടെ ഉള്ളത്. ഇവിടെ നോക്കൂ, എക്സ് വൈ ഡാഷ് എന്ന് പറഞ്ഞ ആളില്ല, അല്ലെങ്കിൽ എക്സ് ഡി എന്ന് പറഞ്ഞ ആളില്ല. അപ്പം എ 0 ആണ്. അപ്പോൾ 0 മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി. ബി എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐയുടെ കൂടെ ഉള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 20 ഈക്വൽ ടു 0. ദെയർഫോർ എം സ്ക്വയർ മൈനസ് എം മൈനസ് 20 ഈക്വൽ ടു 0. പ്രോഡക്റ്റ് 20 സം മൈനസ് 1. പ്രോഡക്റ്റ് 20 4ഉം 5ഉം അറിയാമല്ലോ. സം മൈനസ് 1 വരണമെങ്കിൽ എം മൈനസ് 5 ഇൻറ്റു എം പ്ലസ് 4 ഈക്വൽ ടു 0. ദെയർഫോർ എം ഈക്വൽ ടു എന്തെന്നാ 5, എം ഈക്വൽ ടു മൈനസ് 4 ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് എഴുതാം ദെയർഫോർ ജനറൽ സൊല്യൂഷൻ ഈസ് 2 ഡിഫറെൻറ്റ് റിയൽ നമ്പർ ആകുമ്പോൾ C1 എക്സ് റേസ് ടു M1 5 പ്ലസ് C2 എക്സ് റേസ് ടു മൈനസ് 4. ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ. ഇവ രണ്ടുമാണ് ബേസിസുകൾ. ഏതൊക്കെ? എക്സ് റേസ് ടു 5ഉം എക്സ് റേസ് ടു മൈനസ് 4ഉമാണ് ഇൻഡിപെൻഡൻ്റ് ബേസസ്. അവ ചേരുന്ന കോമ്പിനേഷനാണ് ജനറൽ സൊല്യൂഷൻ. C1 എക്സ് റേസ് ടു 5 പ്ലസ് C2 എക്സ് റേസ് ടു മൈനസ് 4. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം? തന്നിരിക്കുന്ന കണ്ടീഷൻ പ്രകാരം C1ൻ്റെയും C2ൻ്റെയും വില കാണണം. നോക്കാം. തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 2ഉം അല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ 2 ഈക്വൽ ടു C1 ഇൻറ്റു എക്സിന് 1 കൊടുക്കുമ്പോൾ 1 റേസ് ടു 5 പ്ലസ് C2 ഇൻറ്റു 1 റേസ് ടു മൈനസ് 4 1 2 തന്നെ. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അടുത്തത് എക്സിന് 1 കൊടുക്കുമ്പോൾ വൈ ഡാഷ് എന്ന് പറയുന്ന ആളാണ് 1. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. വൈ ഡാഷ് ഈക്വൽ ടു 5 ഫ്രണ്ടിൽ വരുമ്പോൾ 5 C1 എക്സ് റേസ് ടു 4 മൈനസ് 4 C2 എക്സ് റേസ് ടു മൈനസ് 5. ശരിയാണല്ലോ. മൈനസ് 4 എക്സ് റേസ് ടു മൈനസ് 5. ഇനി എക്സിന് 1 കൊടുക്കുക. വൈ ഡാഷ് 1 ഈക്വൽ ടു 5 C1 എക്സ് റേസ് ടു എക്സിന് 1 കൊടുക്കുമ്പോൾ 1 പവർ എന്തായാലും 1 തന്നെ പോകും, മൈനസ് 4 C2. നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ഇത് രണ്ടും സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്ത് കിട്ടുക? C1ൻ്റെയും C2ൻ്റെയും വില കിട്ടുക. നോക്കൂ. C1 പ്ലസ് C2 ഈക്വൽ ടു 2, 5 C1 മൈനസ് 4 C2 ഈക്വൽ ടു 1. സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 C1 പ്ലസ് 5 C2 ഈക്വൽ ടു 10, 5 C1 മൈനസ് 4 C2 ഈക്വൽ ടു 1. മൈനസ് ചെയ്യുമ്പോൾ ഇത് വെട്ടിപ്പോകും. 9 C2 ഈക്വൽ ടു 9, C2 ഈക്വൽ ടു 1 എന്ന് വരും. C2 ഈക്വൽ ടു 1. C2 1 എടുത്ത് നമ്മൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് C1 എന്ത് തന്നെ കിട്ടും? 1 എന്ന് തന്നെ കിട്ടും. C2 C1 1 കിട്ടും. ദെയർഫോർ പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് എഴുതാം. ദെയർഫോർ പർട്ടിക്കുലർ സൊല്യൂഷൻ ഈസ് y ഈക്വൽ ടു C1ന് പകരം 1 അല്ലേ? എക്സ് റേസ് ടു 5 പ്ലസ് എക്സ് റേസ് ടു മൈനസ് 4. ദിസ് ഈസ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദിസ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ശ്രദ്ധിച്ചോളാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ദ IVP എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് 3x വൈ ഡാഷ് ഈക്വൽ ടു 0, y ഓഫ് 0 ഈക്വൽ ടു 3 ആൻഡ് y ഡാഷ് 1 ഈക്വൽ ടു മൈനസ് 2. നോക്കൂ, ഇതും ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇനിഷ്യൽ കണ്ടീഷൻ തന്നിരിക്കുന്നു. എക്സ് സ്ക്വയറും എക്സും വൈ ഡബിൾ ഡാഷ് അറിയാമല്ലോ. ഇറ്റ്സ് എ ലീനിയർ ആൻഡ് ഓയിലർ കോഷി ഹോമോജീനിയസ് ആണ്. ഓയിലർ കോഷി ഇക്വേഷൻ ആണ്. കാണുമ്പോഴേ അറിയാം. അപ്പോൾ നമ്മൾക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് തുടങ്ങാം അല്ലേ? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് എക്സ് സ്ക്വയർ. നോക്കൂ, എം സ്ക്വയർ പ്ലസ് എ മൈനസ് 1 അല്ലേ? എ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഡാഷിനുള്ള ആൾ 3 മൈനസ് 1 ഇൻറ്റു എം പ്ലസ് ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ്, അത് അവിടെ ഇല്ല. വൈയുടെ കൂടെയുള്ള ആൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഐയുടെ കൂടെയുള്ള ആൾ, രണ്ടുമില്ല. ഈക്വൽ ടു പ്ലസ് 0 ഈക്വൽ ടു 0. ദെയർഫോർ എം സ്ക്വയർ പ്ലസ് 2m ഈക്വൽ ടു 0. ദെയർഫോർ എം ഇൻറ്റു എം പ്ലസ് 2 ഈക്വൽ ടു 0. Therefore m equal to 0, m equal to minus 2. രണ്ട് ഡിഫറൻ്റ് ആയ റിയൽ റൂട്ടുകൾ കിട്ടി. അപ്പം നമുക്ക് ജനറൽ സൊല്യൂഷൻ എഴുതാം. ജനറൽ സൊല്യൂഷൻ ഈസ് y ഈക്വൽ ടു C1 എക്സ് റൈസ് ടു 0 പ്ലസ് C2 എക്സ് റൈസ് ടു മൈനസ് 2. ദാറ്റ് ഈസ് y ഈക്വൽ ടു എളുപ്പമാണ്. C1 പ്ലസ് എക്സ് റൈസ് 0 ഈസ് 1, C2 എക്സ് റൈസ് ടു മൈനസ് 2. ഇതാണ് നമ്മളുടെ ജനറൽ സൊല്യൂഷൻ. ഇതിൽ നിന്ന് ഇനി C1ൻ്റെയും C2ൻ്റെയും വില കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയുള്ള കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്സ് 0 ആകുമ്പോൾ y3 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? എക്സ് 0 ആകുമ്പോൾ y3. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഒരു മാറ്റമുണ്ട്. എക്സ് 0 അല്ല, എക്സ് 1 ആണ്. ക്വസ്റ്റ്യൻ മാറിയതാണ്. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ
y ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? y ഈക്വൽ ടു C1 പ്ലസ് C2 ഇൻറ്റു 1 റേസ് ടു -2. C1 പ്ലസ് C2. വൈക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം അല്ലേ? വൈക്ക് പകരം 3 എന്ന് കൊടുക്കാം. അടുത്തത് തന്നിരിക്കുന്നത് എക്സ് 1 ആകുമ്പോൾ y ഡാഷ് -2 എന്നല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ എടുക്കുമ്പോൾ y ഡാഷ് ഈക്വൽ ടു C1ൻ്റെത് 0 പ്ലസ് -2C2 എക്സ് റേസ് ടു -3 എന്നാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ y ഡാഷ് -2 ആകും. -2 ഈക്വൽ ടു -2C2 എക്സിന് പകരം 1 കൊടുക്കുമ്പോൾ അത് 1 ആകും. therefore C2 ഈക്വൽ ടു നമ്മൾക്ക് 1 എന്ന് കിട്ടും. C2 1 ഇവിടെ കൊടുക്കുമ്പോൾ C1 നമ്മൾക്ക് എന്തെന്ന് കിട്ടും? 2 എന്ന് കിട്ടും. C2 1ഉം C1 2ഉമായി കിട്ടി. therefore particular solution is, നമ്മളുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് C1ൻ്റെയും C2ൻ്റെയും വില കിട്ടിയല്ലോ. therefore y ഈക്വൽ ടു C1ന് പകരം നമ്മൾ 2 പ്ലസ് C2 1 ആണ്. അപ്പോൾ 2 പ്ലസ് എക്സ് റേസ് ടു -2. ദിസ് ഈസ് ദ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് ദിസ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. ശ്രദ്ധിക്കുക. അപ്പോൾ ഓയിലർ കോഷി ഇക്വേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ നമ്മൾ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടിപ്പിക്കൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചെറിയ പോർഷനാണ്. അതിൻ്റെ പേരാണ് റോൺസ്കിയൻ. ഇറ്റ്സ് എ കോൾഡ് റോൺസ്കിയൻ അഥവാ റോൺസ്കി ഡിറ്റർമിനൻ്റ് എന്നൊക്കെ പറയും. ഓക്കെ, എന്താണ് റോൺസ്കിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റോൺസ്കിയൻ ഒരു ഓപ്പറേറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. എന്തിനു വേണ്ടിയുള്ള ഓപ്പറേറ്റർ? നമ്മൾക്ക് 2-3 ഫംഗ്ഷനുകൾ തരുമ്പോൾ അവ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നറിയാനുള്ള ഒരു ഓപ്പറേറ്ററായി നമ്മൾ റോൺസ്കിയനെ ഉപയോഗിക്കുന്നു. ഒരു റോൺസ്കിയൻ വെച്ചിട്ടാണ് അവ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഓപ്പറേറ്റർ എന്ന് ഒരു ഇതിനു വേണ്ടി പറഞ്ഞെന്നുള്ളൂ, അലങ്കാരത്തിന് വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇറ്റ്സ് നോട്ട് ആൻ ഓപ്പറേറ്റർ. റോൺസ്കിയൻ എന്ന് പറയുന്നത് ഇത് ഡിറ്റർമൈൻ ചെയ്യാനുള്ള, ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൂളാണ് റോൺസ്കിയൻ എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതാണ് 2 ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. x² ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, 2x സെക്കൻഡ് ഫംഗ്ഷൻ. ഇവ രണ്ടും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ടത്. എന്നാൽ അതിന് മുമ്പ് ഞാൻ പറയുന്നു, റോൺസ്കിയനൊക്കെ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വെക്റ്ററുകൾ പഠിച്ചു. അറിയാം, നിങ്ങൾക്ക് ഒരു 2 ഡയമെൻഷണൽ സ്പേസ് എടുത്താൽ R² എന്ന് പറയുന്ന ഒരു 2 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഏതൊരു വെക്ടറും 2 എലമെൻറ്റുകൾ ഉണ്ടാകും അല്ലേ? R³ ആണെങ്കിൽ 3 വരും, R⁴ ആണെങ്കിൽ 1 2 3 4 5 6 7 8 4 എലമെൻറ്റുകളുള്ള വെക്ടറുകളായി മാറും. ഇതൊരു 2 എലമെൻറ്റുകളുള്ള 2 വെക്ടറുകളാണ്. y1ഉം y2ഉം അവ ഫംഗ്ഷനുകളല്ല, നമ്പറുകളാണ് അല്ലേ? വെക്ടർ എലമെൻറ്റുകളുള്ള വെക്ടറുകളാണ്. ഈ y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞത് C1 ഇൻറ്റു y1 പ്ലസ് C2 ഇൻറ്റു y2, അതായത് ഇവയുടെ ലീനിയർ കോമ്പിനേഷൻ, അതിനെ ഈക്വൽ ടു 0 എന്ന് നിങ്ങൾ എടുത്താൽ, ഇങ്ങനെ എടുത്തിട്ട് നിങ്ങളിത് സോൾവ് ചെയ്യുമ്പോൾ C1നും C2നും നിങ്ങൾക്ക് 0 വരികയാണ് എങ്കിൽ, 2 കോൺസ്റ്റൻറ്റുകളും 0 ആവുകയാണെങ്കിൽ അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് നമ്മൾ അങ്ങ് പറയും. അതേസമയം ഇത് സോൾവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വാല്യൂ C1ഓ C2ഓ അല്ലെങ്കിൽ 2ഓ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം നോൺ 0 വന്നാൽ നമ്മൾ അതിനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. ആണല്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം y1ഉം y2ഉം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകുന്നത് y1 ഓർ y2 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ആകുമ്പോഴാണ്. y1നെ k ഇൻറ്റു y2 അല്ലെങ്കിൽ y2നെ k ഇൻറ്റു y1 എന്ന് പ്രൊപ്പോർഷണാലിറ്റി ആകുമ്പോഴാണെന്ന് പറയുന്നതാണ് കറക്റ്റ്. പ്രൊപ്പോർഷണാലിറ്റി ആയാൽ, പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ 1 2 ഇട്ട് കൊടുത്താൽ C1 ഇൻറ്റു 1, 2 പ്ലസ് C2 ഇൻറ്റു 5, 6 ഈക്വൽ ടു 0. ദെർഫോർ നിങ്ങൾ ചെയ്യുമ്പോൾ C1 പ്ലസ് 5C2 ഈക്വൽ ടു 0, 2C1 പ്ലസ് 6C2 ഈക്വൽ ടു 0. ഈ 2 ഇക്വേഷൻ നിങ്ങൾ സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് C1ഉം C2നും 2 വില കിട്ടും. അത് രണ്ടും 0 ആണെങ്കിൽ ഇവ രണ്ടുപേരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. അല്ല, ഒരാളെങ്കിലും നോൺ 0 ഉണ്ടെങ്കിൽ ഇവ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് 2 വെക്ടറുകൾ തന്നാൽ, നമ്പറുള്ള വെക്ടറുകൾ തന്നാൽ, ഇങ്ങനെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യാം. എന്നാൽ നിങ്ങൾ നോക്കൂ, 2 ഫംഗ്ഷനുകളാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് C1 x² പ്ലസ് C2 2x ഈക്വൽ ടു 0 എന്ന് എഴുതി ഇതിൽ നിന്ന് C1ഉം C2ഉം കണ്ടുപിടിക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുകയില്ല. അപ്പോൾ അതിന് വേറൊരു മാർഗം ആവശ്യമാണ്. ആ ടൂളിനെയാണ് നമ്മൾ റോൺസ്കിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റോൺസ്കിയൻ എന്താ പറയുന്നത്? റോൺസ്കിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനെ മറ്റൊരു പേരിൽ റോൺസ്കി ഡിറ്റർമിനൻ്റ് എന്ന് വിളിക്കാം. കാരണം ഡിറ്റർമിനൻ്റ് വെച്ച് പറയുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാകും, മനസ്സിലാകാനുള്ള എളുപ്പമാകും. റോൺസ്കി ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് നിങ്ങൾക്ക് എത്ര ഫംഗ്ഷൻ ഉണ്ടോ അവയെ ഫസ്റ്റ് റോയിൽ ലിസ്റ്റ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് y1 y2 ലിസ്റ്റ് ചെയ്തു. തൊട്ട അടുത്ത റോയിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 ഫംഗ്ഷനേ ഉള്ളൂവെങ്കിൽ അതൊരു 2/2 ഡിറ്റർമിനൻ്റായി നിൽക്കും. ഇനി നിങ്ങൾക്ക് മൂന്നാമത് y3 എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ടായിരുന്നു, y3 = 1 എന്ന് പറയുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു വെക്കുക. അപ്പോൾ റോൺസ്കിയൻ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് y1 y2 y3. അപ്പോൾ y1 ഡാഷ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ് അടുത്ത റോ, തൊട്ടടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കും y1 ഡബിൾ ഡാഷ് y2 ഡബിൾ ഡാഷ് y3 ഡബിൾ ഡാഷ്. അപ്പോൾ 3 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതൊരു 3/3 ആകും. ഇനി 4 എണ്ണം ഉണ്ടെങ്കിൽ 4/4 ആകും. അങ്ങനെ എത്ര ഫംഗ്ഷൻ തന്നാലും നമ്മൾക്ക് ഡിറ്റർമിനൻ്റ് വലുതാക്കിക്കൊണ്ട് എന്ത് ചെയ്യാം, റോൺസ്കി ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. ഇനി ഈ റോൺസ്കി ഡിറ്റർമിനൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് =0 ആണെന്ന് വെക്കുക. റോൺസ്കി ഡിറ്റർമിനൻ്റ് നിങ്ങൾക്ക് =0 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ നിങ്ങൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. റോൺസ്കി ഡിറ്റർമിനൻ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് =0 ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയും. ഇറ്റ്സ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. എന്നാൽ നിങ്ങൾക്ക് റോൺസ്കി ഡിറ്റർമിനൻ്റ് =0 ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്ന് പറയും. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. റോൺസ്കി ഇൻ ജനറൽ റോൺസ്കി ഡിറ്റർമിനൻ്റ് =0 ഇറ്റ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. 0 വന്നാൽ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ? നോക്കൂ, അങ്ങനെ വരുമ്പോൾ 2/2 നിങ്ങളിത് എക്സ്പാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും റോൺസ്കി y1 y2 ഡാഷ് മൈനസ് y2 y1 ഡാഷ് എന്ന് കിട്ടും. ഇതിനെയാണ് റോൺസ്കിയൻ എന്ന് പറയുന്നത്. ഡിറ്റർമിനൻറ്റിൽ ഇടുമ്പോഴാണ് അത് റോൺസ്കി ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. ബട്ട് ദിസ് ഈസ് റോൺസ്കിയൻ. പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് റോൺസ്കിയൻ? ഡിഫൈൻ റോൺസ്കിയൻ എന്ന് ചോദിച്ചാൽ let y1 and y2 are 2 functions, then the Wronskian of y1 in y2 is w = y1 y2 dash minus y2 y1 dash. ഡിറ്റർമിനൻ്റ് എഴുതി നോക്കിയാൽ ഇത് അറിയാൻ പറ്റും, തെറ്റത്തില്ല. y1 y2 y1 dash y2 dash എഴുതുമ്പം റോൺസ്കിയനായി മാറും. അപ്പോൾ ഇതാണ് റോൺസ്കിയൻ എന്ന് പറയുന്നത്, റോൺസ്കി ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോൺസ്കി ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ചെക്ക് ചെയ്യുന്നതെന്ന് നോക്കാം, ശ്രദ്ധിക്കുക. നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം എളുപ്പത്തിന് വേണ്ടി. ചെക്ക് വെദർ സെറ്റ് x2 2x1, അതായത് y1 x2 y2 2x y3 1, അത് സെറ്റിൽ തന്നിരിക്കുന്നതേ ഉള്ളൂ 3 എലമെൻറ്റുകൾ, ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓർ നോട്ട്. അപ്പോൾ നമ്മൾക്ക് എഴുതാം റോൺസ്കിയൻ നമ്മൾക്ക് അറിയാവുന്നതാണ് y1 y2 y3 അല്ലേ, x2 2x 1. ഫസ്റ്റ് റോയിൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 2x 2 0, അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് 2 0 0. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുമ്പം x2 × 0 മൈനസ് 2x × 0 പ്ലസ് 1 × 0 മൈനസ് 4 ഈക്വൽ ടു നിങ്ങൾക്ക് -4 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. ദെയർഫോർ സെറ്റ് x2 2x 1 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. കാരണം നിങ്ങൾക്ക് നോട്ട് ഈക്വൽ ടു 0 എന്നല്ലേ കിട്ടിയത്. നോട്ട് ഈക്വൽ ടു 0 വന്നാൽ അവ എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവ നോട്ട് ഈക്വൽ ടു 0 വന്നാൽ അവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, നമുക്ക് 3 ഫംഗ്ഷൻ തന്നാൽ y1 y2 y3 തന്നാൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്ത് ഫസ്റ്റ് അത് ആദ്യം അവ 3 ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം അവയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവുകൾ ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം അവയുടെ അപ്പോൾ 3/3 ആണ്. 3 എണ്ണം തരുമ്പോൾ ഒരു 3/3 ഡിറ്റർമിനൻ്റ് ആണ്. അത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾക്ക് എന്ത് കിട്ടും? നോട്ട് ഈക്വൽ ടു 0 വന്നാൽ എന്താകും? x2 2x 1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകും. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്, ശ്രദ്ധിക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ y1 = cos ωx y2 = sin ωx ആർ ദ ബേസിസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് ω2 y = 0. അപ്പോൾ ഇവിടെ ശരിക്കും പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കുക y1 ഉം y2 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനേ ചോദിക്കുള്ളൂ. ബേസിസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നും ചോദിക്കില്ല. ഞാനിവിടെ അതങ്ങ് ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. എനിവേ ഇത് ബേസിസ് ആണെന്ന് അറിയണമെങ്കിൽ നമ്മളിതിപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ, ഇതിനെ നമ്മൾ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് വെച്ച് ചെയ്യുമ്പോൾ ഇതെന്താകും? m² λ² പ്ലസ് w² = 0 λ = മൈനസ് w ω² √± ωi. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടും. പക്ഷേ ഇവിടെ റോൺസ്കിയൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം മെയിനായിട്ട് ഇവിടെ ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് അറിയാമല്ലോ, ബേസിസ് എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ എന്നാണ്. അപ്പോൾ ബേസിസ് എന്ന് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർ രണ്ടുപേരും റോൺസ്കിയൻ വഴി ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, അത്ര മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ നോക്കൂ, അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഇപ്പോൾ y1 ഉം y2 നിങ്ങൾക്ക് തന്നല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക, ഇതിനകത്ത് y1 ഇട്ട് കൊടുത്ത് ബേസിസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇത് സൊല്യൂഷൻ ആണെന്ന് ഉറപ്പാക്കുക. അപ്പോൾ എങ്ങനെയാണ്? ദെയർഫോർ വി ഹാവ് പുട്ട് y1 = cos ωx in y ഡബിൾ ഡാഷ് പ്ലസ് ω² y = 0. അപ്പോൾ എന്താകും? y1 ഡബിൾ ഡാഷ്
പ്ലസ് ഒമേഗ സ്ക്വയർ y1 ഈക്വൽ ടു എന്നല്ല, അത് ചെയ്യണം. അപ്പോൾ എന്താ, നമുക്ക് LHS എടുത്തു, അത് ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു y1 ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ കോസ് ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ, സെക്കൻഡ് ഡെറിവേറ്റീവ് മൈനസ് കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ സ്ക്വയർ. ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞത് മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഈക്വൽ ടു എന്താന്ന് കിട്ടും, 0. ദെയർഫോർ y1 ഈസ് എ സൊല്യൂഷൻ ആണെന്ന് മനസ്സിലായി. ബേസിസ് ആണോ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. y1 ഈസ് എ സൊല്യൂഷൻ. അതേപോലെ y2 sin omega x in y double dash plus omega square y. Therefore that is equal to എന്താ കിട്ടുക, LHS equal to രണ്ട് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം സൈൻ ഒമേഗ എക്സിൻ്റെ കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ, അടുത്ത ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു y1 y2 പകരം കൊടുക്കുമ്പോൾ സൈൻ ഒമേഗ എക്സ് നിങ്ങൾക്ക് ഈക്വൽ ടു 0. Therefore y2 ഈസ് എ സൊല്യൂഷൻ. എന്തായി, y1 ഉം y2 ഒരു സൊല്യൂഷൻ. അപ്പോൾ രണ്ടും സൊല്യൂഷനുകളായി മാറി. ഇനി അവ ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ബേസിസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇവർ രണ്ടുപേരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ നോക്കിയാൽ മതി. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവ എന്താവും, ബേസിസ് ആവും. ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇനി ആ രണ്ട് സൊല്യൂഷനുകൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ. അപ്പോൾ നമുക്ക് റോൺസ്കിയൻ ഉപയോഗിക്കാം. റോൺസ്കിയൻ ഈക്വൽ ടു y1 y2 ആണല്ലോ. y1 y2 y1 ഡാഷ് y2 ഡാഷ് രണ്ടെണ്ണേ ഉള്ളൂ. therefore 2/2 ഈക്വൽ ടു കോസ് ഒമേഗ എക്സ് സൈൻ ഒമേഗ എക്സ്, ശരിയാണല്ലോ. കോസ് ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ഒമേഗ സൈൻ ഒമേഗ എക്സ്, സൈൻ ഒമേഗ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒമേഗ കോസ് ഒമേഗ എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒമേഗ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ എക്സ് മൈനസ് മൈനസ് ഇസ് പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ എക്സ്. therefore ഒമേഗ ഇൻറ്റു ബ്രാക്കറ്റ് പുറത്തെടുക്കുമ്പോൾ കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്താകും, 1 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ഒമേഗ എന്നാണ് കിട്ടുക, നോട്ട് ഈക്വൽ 0 എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഒമേഗയുടെ വില 0 ആവുകയാണെങ്കിൽ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയി മാറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒമേഗ 0 എന്നാൽ എന്താ സംഭവിക്കുക, സൈൻ 0 എന്നായി പോകും. അപ്പോൾ y2 0 ആയി പോകും. y1 കോസ് 0 1 ആവും, 1 ഉം 0 വരും അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്താ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നേ പറയാൻ പറ്റും. അപ്പം ഒമേഗ 0 ആവാതിരുന്നാൽ ഇവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവും അല്ലേ. അപ്പോൾ നമ്മൾ therefore y1 and y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് if and only if ഒമേഗ നോട്ട് ഈക്വൽ ടു 0. ഒമേഗ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ, ഒമേഗ 0 ആയാൽ ഇവിടെയും ഇക്വേഷൻ പോകും, y ഡബിൾ ഡാഷ് ഈക്വൽ ടു 0 എന്നായി പോകും. അപ്പം ഒമേഗ 0 അല്ല, വേറെ ഏതെങ്കിലും വിലകളാണെങ്കിൽ ഉറപ്പാണ് എന്താവും, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 ആവും. ഒമേഗ റോൺസ്കിയൻ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ എന്തായി മാറും, അവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി മാറും. therefore എന്താവും, therefore y1 and y2 are basis if omega not equal to 0. ഒമേഗ നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ y1 ഉം y2 ഉം എന്തായി മാറും, ബേസിസ് സൊല്യൂഷനായി മാറും. കാരണം റോൺസ്കിയൻ പ്രകാരം അവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകും. മനസ്സിലാവുന്നുണ്ടല്ലോ, ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0 ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് ഫംഗ്ഷൻസ്. മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ഒരു ഫ്രെയിമാണ്, ക്വസ്റ്റ്യൻ ഒരു മേക്കിംഗ് ആണ്, അല്ലാതെ റൈറ്റ് ക്വസ്റ്റ്യൻ അല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കുറേ കാര്യങ്ങളിൽ നിന്നും എടുത്തുണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ രണ്ടെണ്ണം തന്നിട്ട് അവ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. ഇനിവേ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ, ജനറൽ സൊല്യൂഷൻ നിങ്ങൾ കാണണം. ആ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുകളുടെ സൊല്യൂഷനാണെന്ന് തെളിയിക്കണം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം സെക്കൻഡ് ഓർഡർ ആണ്. എക്സ് സ്ക്വയർ ഒന്നും ആദ്യം വരുന്നില്ല, ഓയിലർ കോഷി അല്ല. അപ്പോൾ ഇത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. നിങ്ങൾ ലാംഡയാണോ എം ആണോ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ഞാൻ ലാംഡ ഉപയോഗിക്കുന്നു. ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 1 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണിത് അല്ലേ. ലാംഡ മൈനസ് 1, therefore ലാംഡ ഈക്വൽ ടു 1,1. മൾട്ടിപ്പിൾ റൂട്ടാണ് അല്ലേ. മൾട്ടിപ്പിൾ റൂട്ട് ആകുമ്പോൾ നമ്മൾക്കറിയാം therefore ജനറൽ സൊല്യൂഷൻ ഈസ്
y ഈക്വൽ ടു c1 പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു എക്സ്. ഓർമ്മയുണ്ടല്ലോ, ഓയിലർ കോഷി അല്ല, കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് c1 പ്ലസ് c2x ഇൻറ്റു റിപ്പീറ്റ് ചെയ്ത് വന്നാൽ c1 പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു ലാംഡ എക്സ്. ലാംഡ m1 ആണ്, അപ്പോൾ 1x. ഇനി ഇവിടെ c1 പ്ലസ് c2x എന്ന് പറയുമ്പോൾ ശരിക്കും c1 ഇ റൈസ് ടു എക്സ് പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു എക്സ് എന്നാണ്. കണ്ടില്ലേ, c1 ഇ റൈസ് ടു എക്സ് പ്ലസ് c2x ഇൻറ്റു ഇ റൈസ് ടു എക്സ്. അപ്പോൾ ഇവർ കോമ്പിനേഷൻ ഓഫ് ഇ റൈസ് ടു എക്സും എക്സ് ഇ റൈസ് ടു എക്സുമാണ് എന്ന് പറയുമ്പോൾ കൺസിഡർ y1 ഈക്വൽ ടു ഇ റൈസ് ടു എക്സ്, y2 ഈക്വൽ ടു എക്സ് ഇ റൈസ് ടു എക്സ്. ഇവർ രണ്ടുപേരുമാണ് ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷനാണിത്. ഇനി ഇവർ രണ്ടുപേരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പോൾ അവർ രണ്ടുപേരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ റോൺസ്കിയൻ ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഇ റൈസ് ടു എക്സ് എക്സ് ഇ റൈസ് ടു എക്സ് y1 y2. ഇനി അതിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് തന്നെ. ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് ഇൻറ്റു 1 പ്രോഡക്റ്റ് റൂൾ ആണേ. അപ്പോൾ എന്ത് വരും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു 2x. എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ് ഈസ് ഇ റൈസ് ടു എക്സ് ദ ഹോൾ സ്ക്വയർ. അതിനെയാണ് ഇ റൈസ് ടു 2x എന്ന് പറയുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു അവിടെയും ഇ റൈസ് ടു 2x പ്ലസ് ഇ റൈസ് ടു 2x മൈനസ് എക്സ് ഇ റൈസ് ടു 2x. അപ്പോൾ എന്താ, എക്സും എക്സും പോകും, എന്തെന്ന് കിട്ടും, ഇ റൈസ് ടു 2x എന്ന് കിട്ടും. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0. എക്സിന് ഏത് വില നിങ്ങൾ കൊടുത്താലും ഇ റൈസ് ടു വാല്യൂ ഒരിക്കലും എന്താവില്ല, 0 ആവില്ല. എക്സ് ഇൻഫിനിറ്റി ആകാതെ ഒരിക്കലും 0 ആവില്ല. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ദെയർഫോർ y1 ആൻഡ് y2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ദെയർഫോർ നമ്മൾക്ക് എന്ത് പറയാം, ദെയർഫോർ ദിസ് ഈസ് ജനറൽ സൊല്യൂഷൻ ഈസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻസ്. ശ്രദ്ധിച്ചോളുക.